ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വെയിറ്റ് ലോസിൻ്റെ 3-ാം ദിവസമാണ്. അത്യാവശ്യം വെയിറ്റ് കുറഞ്ഞു വരുന്നുണ്ട്. 3 ദിവസം കൊണ്ട് അത്യാവശ്യം നമുക്ക് കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് വെയിറ്റ് നോക്കിയപ്പോഴത്തേക്കും ഏകദേശം ഒരു 1.5 കിലോത്തോളം, 1 കിലോത്തോളം, 1.5 അല്ല കേട്ടോ, 1 കിലോത്തോളം നമ്മൾ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുമ്പ് എനിക്ക് സെക്കൻഡ് പ്രഗ്നൻസിക്ക് ശേഷം ഏകദേശം ഒരു 76 കിലോ 76 കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഞാൻ വെയിറ്റ് കുറച്ച് ഒരു 3 മാസത്തോളമൊക്കെ വെയിറ്റ് കുറച്ച് ശരിക്കും ഒരു 62 കിലോ വരെ എത്തിച്ചതായിരുന്നു. അത്യാവശ്യം നല്ലപോലെ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു നന്നായിട്ട് വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ ഇതേ ഡയറ്റിങ് തന്നെയായിരുന്നു ചെയ്തതെന്ന് വെച്ചത്. രാവിലെ നല്ലൊരു വെള്ളം കുടിക്കും. അന്ന് പിന്നെ ഒരു കാര്യം ഉണ്ടായിരുന്നു, രാവിലെ ഞാൻ ചെറുനാരങ്ങ നീര് ചൂടുവെള്ളത്തിൽ നല്ല തേനുമായിട്ട് ഒഴിച്ച് കുടിക്കുമായിരുന്നു. അതുപോലെ തന്നെ ഈ ജ്യൂസിൻ്റെ ഇത് ഞാൻ കഴിഞ്ഞ ഫസ്റ്റ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. എല്ലാ വീഡിയോയിലും ഇടണ്ട എന്ന് കരുതിയാണ് ഇടാനത്. അത് കുടിക്കുമായിരുന്നു. പിന്നെ ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും. ഇന്ന് ഞാൻ എടുത്തേക്ക് ഗോതമ്പിൻ്റെ അപ്പം ചിക്കൻ കറിയുമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ച് ശരിക്കും വെയിറ്റ് ലോസ് കഴിച്ച് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരു 10 ശരിക്കും 10-12 കിലോത്തോളം ഞാൻ വെയിറ്റ് നന്നായിട്ട് കുറച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഡയറ്റിങ്ങൊക്കെ നമ്മുടെ വെയിറ്റ് നമുക്ക് കുറഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു ഓവർ കോൺഫിഡൻസ് വരുമല്ലോ. ഇനിയിപ്പോൾ ഇനി കുഴപ്പമില്ല എന്നും പറഞ്ഞ് നമ്മളിങ്ങനെ പയ്യെ ഇങ്ങനെ ഓരോന്ന് കഴിക്കാൻ തുടങ്ങും. അങ്ങനെ കഴിച്ച് പിന്നെ ഏകദേശം കുറച്ചൊക്കെ കൂടിയായിരുന്നു. എന്നാലും നമുക്കൊരു 68 കിലോ നമുക്ക് മിനിമം ഉണ്ടായിരുന്നു. പിന്നെയും മൂന്നാമത്തെ ഡെലിവറിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് മൂന്നാമത്തെ ഡെലിവറിയൊക്കെ കഴിഞ്ഞപ്പോൾ വീണ്ടും കൂടി. അത് പലവട്ടം ഇങ്ങനെ ഡയറ്റ് ചെയ്ത് കുറച്ചു ഒരു 75 വീണ്ടും 68 വരെയൊക്കെ എത്തിച്ചെങ്കിലും പിന്നെയും ആ ഡയറ്റ് വീണ്ടും തെന്നിപ്പോയി. ഇപ്പോൾ നിലവിൽ 63 കിലോ വരെ എത്തിയായിരുന്നു. 64 അടുത്തുണ്ടായിരുന്നു. അപ്പോൾ അതാ വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കുവാണ്. ഇപ്പോൾ ഇത് 3-ാം ദിവസമാണ്. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ കൂടെ നിങ്ങൾക്കും കൂടി കാണിക്കാം എന്ന് കരുതിയതാണ്. അപ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് ഞാൻ എക്സസൈസ് ഒന്നും ചെയ്യുന്നില്ല. എക്സസൈസ് എക്സസൈസും കൂടി ചെയ്താലേ നമുക്ക് കുറച്ചുകൂടി റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ വളരെ ലൈറ്റായിട്ട് ഇപ്പോൾ കാണിക്കുന്നത്, നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാമല്ലോ ഞാൻ കാണിക്കുന്നത്. ഇത് ഡിന്നറായിട്ട് എടുത്തേക്കണതാണ്. അപ്പോൾ ഇട ഭക്ഷണം എന്ന് പറയുന്നത് ഞാൻ വൈകുന്നേരം ചായ കുടിക്കൽ അവോയ്ഡ് ചെയ്യാണ്. ചായ ഞാൻ പൊതുവെ കുടിക്കാറില്ല. അത്യാവശ്യം എവിടെയെങ്കിലും പോയി ഇങ്ങനെ മാത്രം ഇങ്ങനത്തെ വല്ല ഗസ്റ്റൊക്കെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ മാത്രം കുടിക്കുകയുള്ളൂ, അല്ലാണ്ടൊന്നും കുടിക്കാറില്ല. രാത്രി ഫ്രൂട്ട്സാണ് എടുത്തത്. അപ്പോൾ ഇടയ്ക്കുള്ള ഭക്ഷണമൊക്കെ ഞാൻ പരമാവധി കുറവാണ്. എന്തെങ്കിലുമൊക്കെ കഴിക്കുമെന്നല്ലാണ്ട് ഒരു ഫ്രൂട്ട്സോ അല്ലെങ്കിൽ നട്ട്സോ എന്തെങ്കിലും കഴിക്കുമെന്നല്ലാണ്ട് എല്ലാ പ്രത്യേകിച്ചൊന്നും കഴിക്കാറില്ല. ഇപ്പോൾ കുറച്ചുകൂടി ഡയറ്റിങ്ങിലേക്ക് വന്നതുകൊണ്ട് തന്നെ മധുരം കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്തേക്കാണ്. 100% കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യണം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഷുഗർ ലെവലുള്ളത് കൊണ്ട് തന്നെ അത് താഴ്ത്തിയെടുക്കുക അത്യാവശ്യമാണ്. 256 ഷുഗറുണ്ട്. അപ്പോൾ നമുക്കിനി ഈ ഒരാഴ്ച 7 വീക്ക് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ഷുഗർ ലെവലും കൂടി കാണിച്ചു തരാം. എത്രമാത്രം കുറഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാമല്ലോ. അപ്പോൾ അത് നിങ്ങൾക്ക് ഡയറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഇതുപോലെയൊക്കെ ഡയറ്റ് ചെയ്യാം. ഞാൻ പരമാവധി അരിയാഹാരം കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രൂട്ട്സും അത്യാവശ്യം നല്ല മധുരമുള്ള മാങ്ങയാണ്. പക്ഷേ അത്രയും മധുരമുള്ള മാങ്ങ ഷുഗറിന് നല്ലതല്ല. എന്നിരുന്നാലും അതിനുള്ള ഇഷ്ടം കൊണ്ട് കഴിച്ചുകൊണ്ടാണ്. അത് ഷുഗറൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളും ഡയറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഇതുപോലെയൊക്കെ ഡയറ്റ് ചെയ്യുക. അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടിരിക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.